നമുക്കിപ്പം ആൻറ്റോ അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ഹയാത്ത് ഹോട്ടലിലാണ് ഇപ്പോൾ ആൻറ്റോ അഗസ്റ്റിൻ ഉള്ളത്. ഈ ഇൻവെസ്റ്റ് കേരള പരിപാടി നടക്കുന്ന വേദിയിലാണ് ആൻറ്റോ അഗസ്റ്റിൻ ഉള്ളത്. രാവിലെ മുതലുള്ള പരിപാടികളിൽ ആൻറ്റോ അഗസ്റ്റിനും പങ്കെടുത്തിരുന്നു. അവിടെ നടന്ന നടപടിക്രമങ്ങളും അവിടുത്തെ പ്രഖ്യാപനങ്ങളും എന്തുതരം പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത് നമുക്ക് ആൻറ്റോ അഗസ്റ്റിനോട് ചോദിച്ചു വരാം. ആൻറ്റോ അഗസ്റ്റിൻ, വെരി ഗുഡ് ഈവനിങ്. രാവിലെ മുതൽ ഈ പ്രഖ്യാപനങ്ങളൊക്കെ നേരിട്ട് കണ്ടയാളാണ് ആൻറ്റോ അഗസ്റ്റിൻ. വലിയ രീതിയിൽ കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനങ്ങളാണ്. കേന്ദ്രത്തിൻ്റെ വക 3 ലക്ഷമുണ്ട്, കരുണാനിധിയുടെ വക 30,000 കോടിയുണ്ട്. അങ്ങനെ ആദ്യ ദിനം തന്നെ ആ അർത്ഥത്തിൽ ആകർഷണമാക്കാൻ സമ്മിറ്റിന് സാധിച്ചിട്ടുണ്ടോ? വികസന വഴിയിലേക്ക് കേരളം പോകുന്നു എന്നൊരു പ്രതീതി ഈ ഗ്ലോബൽ സമ്മിറ്റിലൂടെ പുറം ലോകത്തെ നമ്മൾ അറിയിക്കുകയാണോ? അരുൺ, ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് ശരിക്കും പറയണമെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രോഗ്രാമാക്കി മാറ്റാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഞാൻ രാവിലെ തുടങ്ങിയ ഈ പ്രോഗ്രാമിൽ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. കാരണം കേരളത്തിന് വെളിയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലുള്ള നിരവധി സംരംഭകരാണ് കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് വന്നിട്ടുള്ളത്. ഒത്തിരി ആൾക്കാരെ ഞാൻ നേരിട്ട് കാണുകയും സംസാരിക്കുകയും അവരുടെ മുൻപുണ്ടായിരുന്ന ആശങ്കകളും ഇപ്പോൾ അവർ കേരളത്തിലേക്ക് വരാൻ കാണിക്കുന്ന ഒരു വലിയ രീതിയിലുള്ള മുന്നേറ്റവും നമുക്ക് തരിയിൽ മനസ്സിലാക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 5-8 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ വരുമ്പോൾ അവർക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. ഇവിടുത്തെ തൊഴിലാളി പ്രശ്നങ്ങൾ അവരുടെ വലിയ ആശങ്കയായിരുന്നു. ഇവിടുത്തെ നിയമങ്ങൾ അവിടുത്തെ വലിയ ആശങ്കകളായിരുന്നു. ഇവിടുത്തെ നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണോ എന്ന് മാത്രം ചിന്തിച്ചിരുന്ന വിദേശ മലയാളികളോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള മലയാളികളെയോ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ളൊരു മനം മാറ്റം ഈ ഇൻവെസ്റ്റ് കേരളയോടുകൂടി സംഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്? ഇപ്പോൾ കരുണാനിധി 30,000 കോടി രൂപയുടെ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുന്നു. ആസാദ് മൂപ്പൻ 850 കോടി രൂപയുടെ പ്രൊജക്റ്റ് ചെയ്യുന്നു. യൂസഫ് അലി വലിയ രീതിയിലുള്ള പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുന്നു. ഇതെല്ലാം സംബന്ധിച്ചിടത്തോളം ഇതിൽ വലിയ കമ്പനികളാണ്. ഇപ്പോൾ യൂസഫ് അലിൻ്റെ ആണെങ്കിലും ഈ പറയുന്ന കരുണാനിധിൻ്റെയൊക്കെ ആണെങ്കിലും വലിയ കമ്പനികളാണ്. ITC വന്ന് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫർ ചെയ്യുന്നു. ഇതൊക്കെ വലിയ കമ്പനികളാണ്. അങ്ങനെയുള്ള വലിയ കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതിനേക്കാളും അപ്പുറം സാധാരണക്കാരനായ അല്ലെങ്കിൽ സാധാരണക്കാരിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള വലിയ ചെറിയ കമ്പനികളുണ്ട്. 200 കോടിയും 150 കോടിയും 300 കോടിയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നിരവധി കമ്പനികളുണ്ട് കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കിംസ് ഹോസ്പിറ്റലുണ്ട് ഹൈദരാബാദ്, കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അവരിവിടെ കേരളത്തിൽ 3,000 കോടി രൂപയുടെ പദ്ധതിയാണ് അനൗൺസ് ചെയ്തത്. ഞാനാണ് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തതും അവർക്ക് വേണ്ട സംവിധാനങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തത് ഞാൻ തന്നെയാണ്. 3,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് അവർ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് 3 ഹോസ്പിറ്റലുകളാണ് അവർ ചെയ്യുന്നത്. 3,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിരവധി കമ്പനികളാണ് കേരളത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യം അറിയിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ടൂറിസത്തിൽ വലിയ രീതിയിലുള്ള സാധ്യതകളുണ്ട്, റിയൽ എസ്റ്റേറ്റിൽ വലിയ രീതിയിലുള്ള സാധ്യതകളുണ്ട്, അതുപോലെ തന്നെ നിർമ്മാണ മേഖലയിൽ വലിയ രീതിയിലുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ നിരവധി സംവിധാനങ്ങൾ കേരളത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്മിറ്റ് ഒരു കുടക്കീഴിൽ ചേർക്കാൻ കേരള സർക്കാരിന് പറ്റി എന്നുള്ളത് മാത്രമല്ല, മുഖ്യമന്ത്രിയെയും നമ്മുടെ വ്യവസായ മന്ത്രിയും ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് അവർക്ക് വേണ്ട ഗൈഡ് ലൈൻ കൊടുക്കുകയും അവരുടെ ആശങ്കകൾ കേൾക്കുകയും ഇനി എങ്ങനെ കേരളത്തിലെ വികസനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറയാനും കഴിഞ്ഞു എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചൊരു വലിയ ആശ്വാസമാണത്. ഒരു വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും പരമോന്നതമായ ബോഡി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം തന്നെ ഈ ഓഫറുകൾ അതിന് മറുപടി പറയുകയും ചെയ്യുന്ന ഒന്നാമത് വലിയ കാര്യം വ്യവസായ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിമാർ ഏതൊക്കെ രീതിയിൽ ഇതിൻ്റെ പ്രൊജക്റ്റിൽ അലൈൻ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ നടപ്പിലാക്കാം എന്ന് പറയുന്നത് അത് വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വലിയ ടീം അങ്ങനെ വർക്ക് ചെയ്യുന്നു. അതുപോലെ IAS ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിലുള്ള വലിയ ടീം വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവർക്കെല്ലാം കിട്ടുന്ന ഈ ഇൻവെസ്റ്റർമാർക്ക് അല്ലെങ്കിൽ സംരംഭകർക്ക് കിട്ടുന്ന വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. അങ്ങനെ അടുത്ത കാലങ്ങളിലൊന്നും കേരളത്തിൽ അങ്ങനെ ഒരു സംവിധാനം നടന്നിട്ടില്ല എന്നുള്ളതാണ്. LDF സർക്കാർ വന്നതിന് ശേഷം ഏറ്റവും വലിയ സമ്മിറ്റ് വേണമെങ്കിൽ ഇതിനെ പറയാം എന്നുള്ളതാണ്. അപ്പോൾ P. രാജീവിൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗ്രാൻഡ് ഹയാത്തിൽ ഇപ്പോൾ നടക്കുന്ന ആദ്യ ദിനം എന്ന് പറയുന്നത് വലിയ വിജയമായി എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വിജയമാകുക എന്ന് പറയുന്നത് നാളെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു വലിയ രീതിയിൽ വലിയ കമ്പനികളുടെ പ്രഖ്യാപനമാണ് സത്യം പറഞ്ഞാൽ ഇന്ന് വന്നിട്ടുള്ളത്. നാളെ ഒരു ഉച്ചയോട് കൂടിയിട്ടുള്ള ചെറിയ കമ്പനികളുടെയും ഒരു 500 കോടി താഴെ 1000 കോടിക്ക് അടുത്തുള്ള പ്രഖ്യാപനങ്ങളെല്ലാം നാളെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഒത്തിരി ഓൾറെഡി അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് നാളെ ആയിരിക്കും പ്രഖ്യാപിക്കുന്നുണ്ടാകുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ കണ്ട ഇവിടെ ഒരു കാര്യം എന്ന് പറയുന്നത്
ഈ IAS ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വളരെയധികം ചെറിയ ചെറിയ ഹബ്ബുകളായി തിരിഞ്ഞ് അവരവിടെ ഇരുന്ന് ഓരോരുത്തർക്കും പോയി ഏത് വിഭാഗമാണ്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ടൂറിസമായി ഒരാൾ വന്നാൽ ടൂറിസത്തിന് ഡിസ്കസ് ചെയ്യാൻ ഒരു ഏരിയ അവരയിലുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഏരിയയിലോ ഡിസ്കസ് ചെയ്യാൻ ഒരു ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് പറയുക, ഈ വ്യവസായം നിർമ്മാണ മേഖലയിലുമായി ബന്ധപ്പെട്ട് വന്നാൽ അവർക്ക് ഡിസ്കസ് ചെയ്യാൻ ഒരു ഏരിയ ഉണ്ട്. അങ്ങനെ പല പല ഏരിയകളായി തിരിച്ച് അവർക്ക് ഡിസ്കസ് ചെയ്യാനും അതെന്താണ് അവരുടെ ആശങ്കകളും അവരെന്താണ് ബുദ്ധിമുട്ടുകൾ വരിക എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അവർക്കൊരു ക്ലാരിറ്റി വന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പരിധിവരെ കേരളത്തിൽ ഇതുപോലെയുള്ള സബ്മിറ്റുകൾ വളരെ അത്യാവശ്യമാണ്. കാരണം ഇതിപ്പോൾ നമ്മൾ കൊച്ചിയിലാണ് നടത്തിയെങ്കിൽ ഞാൻ പറയുന്നത് റീജിയൻ വൈസ് നടത്തണം എന്നാണ്. കാലിക്കറ്റും തിരുവനന്തപുരവും ഒക്കെ റീജിയൻ വൈസ് നടത്തിയത് കുറച്ചും കൂടെ ജനങ്ങൾക്ക് ഉപകാരമാകുകയും അവരുടെ സ്ഥലങ്ങളിൽ പിന്നെ ഒരിക്കൽ ചെറിയൊരു കാര്യം ഇതിനകത്ത് തോന്നിയൊരു കാര്യം, സാധാരണ ഇൻവെസ്റ്റ് വരുന്ന ആൾക്കാർ അവരൊരു ഇതുപോലെയുള്ളൊരു സ്ഥലങ്ങളിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കേൾക്കുന്ന രീതിയിൽ അനൗൺസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കും. പല ആൾക്കാരും അങ്ങനെയാണ്. അങ്ങനെയുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു വേദി കിട്ടുന്നില്ലേ എന്നുള്ള ഒരു സംശയം എനിക്ക് തോന്നി അവിടെ പൊതുവായി നിന്നപ്പോൾ. കാരണം ചില ആൾക്കാരെങ്കിലും അതിങ്ങനെ ഒരു ആശങ്ക പറഞ്ഞു. കാരണം എന്താണ് അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടെങ്കിൽ ശരിക്കും ചീഫ് സെക്രട്ടറിനെ കാണാനോ അല്ലെങ്കിൽ IAS ഉദ്യോഗസ്ഥന്മാരെ കാണാനോ ആണെങ്കിൽ അവരുടെ അടുത്ത് പോയി ഡിസ്കസ് ചെയ്യാനാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ പ്രോഗ്രാമിന് വരേണ്ടതില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. പക്ഷേ അതെനിക്ക് തോന്നിയത് അത് ഇനി നാളെയും കൂടി ഉണ്ട്, എനിക്ക് നാളെ ഇനി അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവർക്കൊരു വലിയൊരു പ്രചോദനമാവും എന്നെനിക്ക് തോന്നി എന്നുള്ള ഒരു പരിധി വരെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് ഒരു വിജയമായി എന്ന് വേണമെങ്കിൽ പറയാം. Meet the editors.